നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രചരണം വ്യാജമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ചത് മോദി സർക്കാർ. തൊഴിലുറപ്പ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കും. കേരളത്തിന്റെ സംഗീത പാരമ്പര്യം ഭക്തിരസപ്രധാനമെന്ന് കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. കേരളത്തിന്റെ സാംസ്കാരികവും ആത്മീയവുമായ ഭൂമിശാസ്ത്രം വ്യത്യസ്തമല്ലെന്നും കേന്ദ്രമന്ത്രി. തപസ്യ സുവർണ ജൂബിലി രാജ്യാന്തര സംഗീതോത്സവം പാലക്കാട്ട്. വേനൽ ആരംഭത്തിൽ തന്നെ തീപിടുത്തം വ്യാപകമാകുന്നു. പാലക്കാട് കല്ലേക്കാട് സംസ്ഥാന പാതയോരത്തെ പുൽക്കാടിന് തീപിടിച്ചത് പരിഭ്രാന്തി പടർത്തി. കുളപ്പുള്ളിയിൽ വഴിയോര പഴച്ചാളിൽ തീപിടുത്തം, കട പൂർണ്ണമായും കത്തിനശിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ 36-ൽ നിന്ന് 100-ആയും 100-ൽ നിന്ന് 125-ആയും വർദ്ധിപ്പിച്ചത് നരേന്ദ്രമോദി സർക്കാർ എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. 33,000 കോടിയിൽ നിന്ന് 1,51,000 കോടിയിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാറ്റിവെച്ചതും 162 രൂപയിൽ നിന്നും 369 രൂപയായി വർദ്ധിപ്പിക്കാനായതും നരേന്ദ്രമോദി സർക്കാർ എന്നും ജോർജ് കുര്യൻ പാലക്കാട്ട് പറഞ്ഞു. തൊഴിലുറപ്പ് ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അത് ഉറപ്പുവരുത്തുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും തൊഴിലാളികളെ ആസ്തി വികസന മേഖലയുമായി ബന്ധപ്പെടുത്തി ആസ്തി വികസിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു വർഷം തൊഴിലെടുക്കുന്ന സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നു. അന്ന് എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത്, അതിനുവേണ്ടി തുക വെച്ചിരുന്നത് 33,000 കോടി രൂപയാണ്. 36 ദിവസവും അതുപോലെ തന്നെ 33 കോടി രൂപയും. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്ന അവസരത്തിൽ സാഹചര്യം അതായിരുന്നു. അന്ന് കൊടുത്തുകൊണ്ടിരുന്ന കൂലി 162 രൂപയാണ് ഒരു ദിവസം. ഇന്ന് ഈ സ്ഥാനത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 100 ദിവസമായിട്ട് അത് വർദ്ധിപ്പിച്ചു. ഇന്നത്തെ കേരളത്തിലെ കൂലി എന്ന് പറയുന്നത് 369 രൂപയാണ്. അറിയാമല്ലോ, അതെല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായി 369 രൂപയാണ്. ഈ ആക്ടിലൂടെ 100 എന്നുള്ളത് 125 വർദ്ധിച്ചു. 125 ദിവസമായിട്ട് വർദ്ധിച്ചു. അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന അവസരത്തിലും ഇപ്പോഴുമായിട്ട് താരതമ്യം ചെയ്താൽ അന്ന് വർഷം 36 ഡേയ്സ് ആയിരുന്നു, ദിവസങ്ങളായിരുന്നു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 125 ദിവസമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. 125 ദിവസമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അന്ന് കൂലി 162 രൂപയായിരുന്നുവെങ്കിൽ ഇന്ന് 369 രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അന്ന് 33,000 കോടിയായിരുന്നുവെങ്കിൽ 33,000 മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇപ്പോഴേ 1,51,000 കോടിയാണ്. 1,51,000 കോടിയാണ് ഇപ്പോൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ഇതാണ് വ്യത്യാസം. കാരണം തൊഴിലവസരങ്ങൾ കൂടുതൽ കൊടുക്കുന്നു, അത് ഉറപ്പുവരുത്തുന്നു. മറ്റൊന്ന്, നേരത്തെ ഇത് ഗ്രാമീണ തലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ തൊഴിലാളികൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഈ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ ആസ്തി രൂപത്തിലാക്കുക എന്നുള്ളതാണ്. നേരത്തെ പലപ്പോഴും കുഴിക്കുകയും പിന്നീട് അത് മൂടുകയും ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അത് സ്ഥിരമാക്കുന്നതിന് വേണ്ടി ആസ്തിയാക്കി മാറ്റുക. അതിനുവേണ്ടി ഉദ്ദേശിക്കുന്ന 4 മേഖലകൾ. ഒന്ന്, ഈ ജലസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി, അത് കുടിവെള്ളവും അതുപോലെ തന്നെ ജലസേചനത്തിനുമുള്ള ജലസുരക്ഷ ഉറപ്പ്. മന്ത്രിക്കൊപ്പം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ, പാലക്കാട് BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ സംഗീത പാരമ്പര്യം ഭക്തിയുടെ പാരമ്പര്യവുമായി ഒന്നിച്ചു പോകുന്നതാണെന്ന് കേന്ദ്ര സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമിശാസ്ത്രം അതിൻ്റെ ആത്മീയ ഭൂമിശാസ്ത്രത്തിൽ നിന്നും വ്യത്യസ്തമല്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. തപസ്യ സുവർണ ജൂബിലി രാജ്യാന്തര സംഗീതോത്സവം പാലക്കാട്ടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലയും ഭക്തിയും ജീവിതത്തിൻ്റെ സാരം എന്ന് പഠിപ്പിക്കുന്ന നാടാണ് കേരളം. കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമിശാസ്ത്രം അതിൻ്റെ
ആത്മീയ ഭൂമിശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. ഗുരുവായൂർ മുതൽ ചോറ്റാനിക്കര വരെ കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും സംഗീതം എന്നത് വെറുമൊരു പ്രദർശനമല്ല എന്ന് തെളിയിക്കുന്നതാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. As this land so beautifully says, Kalayum Bhaktiyum Jeevitante Saramannu. Art and devotion together form the essence of life. Respected dignitaries, Kerala's cultural geography is inseparable from its sacred geography. From Guruvayur to Vadakkunathan to Chattanakara and countless village temples, music here has always flowed as offering, not as an exhibition. തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ദേശീയ അധ്യക്ഷൻ ഡോക്ടർ മൈസൂർ മഞ്ജുനാഥ്, പാലക്കാട് നഗരസഭാ അധ്യക്ഷൻ P. സ്മിതേഷ്, സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ പ്രഗത്ഭരായ നൂറുകണക്കിന് സംഗീതജ്ഞർ പങ്കെടുക്കുന്ന ത്യാഗരാജസ്വാമി പഞ്ചരത്ന കീർത്തനാലാപനത്തിന് മന്ത്രി പങ്കെടുത്തു. ഇരുപതാം തീയതി വരെ വിവിധ സെഷനുകളിലായി രാജ്യാന്തര സംഗീതജ്ഞർ ഉൾപ്പെടെ വേദിയിലെത്തും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കല്ലേക്കാട് വൻ തീപിടുത്തം. പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ കല്ലേക്കാട് പൊടിപ്പാറ ടാറ്റ ഷോറൂമിൻ്റെ പുറകുവശത്തെ പുൽക്കാടിനാണ് തീ പടർന്നത്. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം നടന്നത്. 3 യൂണിറ്റ് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണയ്ക്കാനായത്. കുളപ്പള്ളിയിൽ സിംകോ കമ്പനിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഫ്രൂട്ട്സ് കടയ്ക്ക് തീപിടിച്ചു. മമ്മി എന്ന ആളുടെ വഴിയോരത്ത് പ്രവർത്തിക്കുന്ന കട തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തിനശിച്ചു. 50,000 രൂപ നാശനഷ്ടം കണക്കാക്കുന്നു. ഷൊർണൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കുളപ്പള്ളി സിംകോ കമ്പനിക്ക് മുൻവശം പാതയോരത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്ന ഷെഡിലാണ് തീപിടുത്തമുണ്ടായത്. മമ്മി എന്ന ആളുടേതാണ് കട. ഇയാൾ താൽക്കാലികമായി പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞുകൊണ്ട് ഷെഡ് കെട്ടിയാണ് ഹസീന എന്ന പേരിൽ ഫ്രൂട്ട് കച്ചവടം നടത്തി വരുന്നത്. തീപിടുത്തത്തിൽ കട പൂർണ്ണമായി കത്തിനശിച്ചിട്ടുണ്ട്. രാത്രി 1 മണിക്കും 2 മണിക്കും ഇടയിലാണത്രേ സംഭവം. വിവരമറിഞ്ഞ് ഷൊർണൂർ പോലീസ് ഫയർഫോഴ്സ് യൂണിറ്റിനെ വിളിച്ചു വരുത്തി തീ അണയ്ക്കുകയായിരുന്നു. ഇന്നലെ കടയുടമ കുറേയധികം ഫ്രൂട്ട്സ് വിൽപ്പനയ്ക്കായി ഇവിടെ എത്തിച്ചിരുന്നു. ഇലക്ട്രിക് ഗ്ലാസുകൾ, ഫ്രൂട്ട്സുകൾ ഉൾപ്പെടെ എല്ലാം കത്തിച്ചാമ്പലായ നിലയിലാണ്. 50,000 രൂപ നാശനഷ്ടം കണക്കാക്കുന്നതായി കടയുടമ മമ്മി STVയോട് പറഞ്ഞു. ഇന്നലെ 10 മണിക്ക് കട അടച്ചു പോയതായിരുന്നു. അതിനുശേഷം പിന്നെ രാവിലെ നമ്മൾ കൂട്ടുകാരൻ വിളിച്ചു പറയുന്നത് അവൻ്റെ കുട്ടികളെ മദ്രസയിൽ കൊണ്ടാക്കാൻ പോകുമ്പോൾ 6 മണിക്ക് എൻ്റെ കട എന്താ ഇവിടെ ഫുള്ളായിട്ട് കത്തി നശിച്ചിട്ടുള്ളൂ, ഇങ്ങനെ കത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. പോലീസ് പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി കൊടുത്തു. എത്ര നാശനഷ്ടം ഉണ്ടാവും? ഇങ്ങനെ ഒരു 10-50,000 രൂപയുടെ ത്രാസുകളൊക്കെ ഉണ്ട്. പിന്നെ ഇന്നലെ ഉച്ചരിച്ചാണ് സാധനം വന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അങ്ങനെ ഇരിച്ചറിഞ്ഞ് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു സുഹൃത്താണ് കട കത്തിയ വിവരം തന്നെ വിളിച്ചറിയിച്ചതെന്നും മമ്മി പറഞ്ഞു. കത്തിയതുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഉപജീവനത്തിനാവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുമെന്നും ഇതിനാവശ്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നും വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ഷൊർണൂർ യൂണിറ്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. നമ്മൾ ഇന്നലെ രാത്രി ഏകദേശം 1 മണി കഴിഞ്ഞതിന് ശേഷം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞങ്ങൾക്കത് അറിയാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ ഷൊർണൂർ നമ്മളെ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുകയും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തുടർ നടപടികൾ നമ്മൾ ഈ തൊഴിലാളിക്ക് വേണ്ട ഒരു ഉപജീവന മാർഗത്തിന് വേണ്ട സഹായങ്ങൾ ഞങ്ങളുടെ യൂണിയൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഈ തൊഴിലാളിക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ കുളപ്പള്ളി റോഡിൻ്റെ പണി ഉടൻ തുടങ്ങി ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്ന് DYFI ഷൊർണൂർ ബ്ലോക്ക് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. K. രാഹുൽ പ്രസിഡന്റ്, E. അർച്ചന, K. മണികണ്ഠൻ എന്നിവർ വൈസ് പ്രസിഡന്റുമാർ, C. രാകേഷ് സെക്രട്ടറി, TM ദുർഗാദാസ്, EK നിഷാദ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാർ, U. ശ്രീജിത്ത് ട്രഷറർ എന്നിവരെയാണ് പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. 175 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. വടക്കഞ്ചേരി വാഴാനി അണക്കെട്ടിന് സമീപം കാട്ടാനയെ ഗുരുതരമായ പരിക്കുകളോടെ അവശനിലയിൽ കണ്ടെത്തി. പീച്ചി
വനം ഡിവിഷന് കീഴിലുള്ള വനമേഖലയിലാണ് മുറിവേറ്റ നിലയിൽ കൊമ്പനെ കണ്ടത്. കടുവയുടെ ആക്രമണത്തിലാണ് കൊമ്പന് പരിക്കേറ്റത് എന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. പരിക്കേറ്റ ഭാഗത്ത് വലിയ തോതിൽ നീര് വന്ന് വീർത്തിരിക്കുകയാണെന്നും മുറിവിൽ നിന്ന് പഴുപ്പൊലിക്കുന്ന അവസ്ഥയിലാണെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. പരിക്കിന്റെ തീവ്രത കാരണം ആനയ്ക്ക് നടക്കാൻ പോലും പ്രയാസമുള്ള അവസ്ഥയാണുള്ളത്. കടുവയുടെ ആക്രമണത്തിലാണ് ആനയ്ക്ക് പരിക്കേറ്റതെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ശനിയാഴ്ച രാവിലെ 9:30 ആനയെ ആദ്യമായി വനമേഖലയിൽ അവശനിലയിൽ കണ്ടത്. വേദന സംഹാരി എന്ന നിലയിൽ ആന ഇടയ്ക്കിടെ വെള്ളത്തിലിറങ്ങി നിൽക്കുന്നുണ്ടെന്നും നിരീക്ഷിച്ചവർ പറയുന്നു. മച്ചാട് വനത്തിൽ നിന്ന് സ്ഥിരമായി വാഴാനി ജലാശയത്തിൽ വെള്ളം കുടിക്കാനെത്തുന്ന ആനക്കൂട്ടത്തിലെ ഒരു കൊമ്പനാണിതെന്നാണ് സംശയിക്കുന്നത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വനപാലകർ ആനയെ നിരീക്ഷിച്ചു വരികയാണ്. സ്ഥിതിഗതികൾ ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടെന്നും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇന്ന് സ്ഥലത്തെത്തി ആനയ്ക്ക് ആവശ്യമായ ചികിത്സ നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ കണയം ഗ്രാമത്തിൻ്റെ സമീപ ഭൂതകാല ചരിത്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന PV ശ്രീധരവാര്യരുടെ ഓർമ്മക്കുറിപ്പുകൾ പ്രകാശനം ചെയ്തു. ഒരു നാടിൻ്റെ നാൾവഴികൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം കണയം വായനശാല അങ്കണത്തിൽ ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല നിർവഹിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP സുധീറിന് പുസ്തകം കൈമാറിയാണ് P. നിർമ്മല പ്രകാശനം നിർവഹിച്ചത്. ഗ്രാമത്തിൻ്റെ വായനശാലയാണത്. 70 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചിട്ടുള്ള ഒരു വായനശാല എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലോർക്കണം. ഇന്നത്തെ പോലെ വായനശാലകൾക്ക് ഗ്രാൻഡോ അല്ലെങ്കിൽ മറ്റ് നഗരസഭകളിൽ നിന്നോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ഒരു വായനശാല വികസിപ്പിക്കുന്നതിന് വേണ്ട ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഗ്രാൻഡോ പണമോ ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ വായനശാല ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അത്രയും പഴക്കം ചെന്ന ഒരു വായനശാലയിലാണ് നമ്മളിവിടെ നിന്ന് ഒത്തുകൂടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രവും ഈ വായനശാലയുടെ ചരിത്രമല്ല പറയുന്നത്, ഈ കണയം എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ ചരിത്രം അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പുസ്തക പ്രകാശന ചടങ്ങിൽ പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു അധ്യക്ഷത വഹിച്ചു. കണയം ഗ്രാമീണ വായനശാല പ്രസിഡന്റ് A. അരവിന്ദൻ സ്വാഗതം പറഞ്ഞു. സ്മിത സുധീർ പ്രാർത്ഥനാഗാനം ആലപിച്ചു. ഷൊർണൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സിനി മനോജ്, കൗൺസിലർ KK ഗോപി, V. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, K. പരമേശ്വരൻ മാസ്റ്റർ, A. രാഘവൻ നായർ, P. മുഹമ്മദ്, MS പത്മശ്രീ, P. വേണുഗോപാൽ, സാവിത്രി ടീച്ചർ, OM ഗോപികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. PV ശ്രീധരവാര്യർ മറുപടി പ്രസംഗം നടത്തി. ഒരു നൂറ്റാണ്ട് മുമ്പുള്ള കണയം ഗ്രാമത്തിൻ്റെ ചിത്രവും ചരിത്രവും തുടർന്നുള്ള വളർച്ചയും തളർച്ചയും ഉൾപ്പെടെ പഴയകാല ഗ്രാമീണ ജീവിതത്തിൻ്റെ ഗൃഹാതുരമായ തുടിപ്പുകൾ കണയത്ത് ജനിച്ചു വളർന്ന് ഇപ്പോൾ വാടാനംകുറിശ്ശിയിൽ താമസമാക്കിയ PV ശ്രീധരവാര്യരുടെ ഒരു നാടിൻ്റെ നാൾവഴികൾ എന്ന ഓർമ്മക്കുറിപ്പുകളിൽ വായിച്ചെടുക്കാം. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഷൊർണൂർ BRCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓട്ടിസം സെൻ്ററിൽ ഫിസിയോതെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ് എന്നിവരുടെ സേവനം കൂടി ലഭ്യമാക്കണമെന്ന് PTA പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ ആവശ്യപ്പെട്ടു. BRCയുടെ കീഴിൽ നല്ല നടന്നു വരുന്ന ഒരു സ്ഥാപനമാണ് ഷൊർണൂർ ഓട്ടിസം സെൻ്റർ. അവിടെ നിലവിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട്. നമുക്ക് അവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത് സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റാണ്. അവിടെ എല്ലാവിധ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും അവർ വൈകല്യം അനുസരിച്ചുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട്. അവിടുത്തെ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ കാർത്തിക ടീച്ചർ, ഹോസിയ ടീച്ചർ, അവരെല്ലാം കുട്ടികൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ആത്മാർത്ഥമായിട്ട് തന്നെ അവർക്ക് വേണ്ടിയുള്ള സേവനം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ ഗവൺമെൻറ് ഒരു മുൻകൈ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നെടുങ്കോട്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെ സൗജന്യ സേവനമാണ് ഇവിടെ ലഭിക്കുന്നത്. നിലവിൽ 16ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലും സത്യസന്ധത കാത്തു സൂക്ഷിച്ച വിനോദിൻ്റെ പ്രവർത്തനത്തിൽ പരക്കെ പ്രശംസ. ബസ് ക്ലീനറായി ജോലി ചെയ്യുന്ന വിനോദ് ജോലിക്കിടയിൽ ബസ്സിൽ നിന്നും വീണ് കിട്ടിയ 2.5 പവൻ സ്വർണ്ണമാല ഉടമയ്ക്ക് കൈമാറിയത് തൻ്റെ സത്യസന്ധത തെളിയിച്ചത്. കോട്ടായി ചമ്പക്കുളം സ്വദേശിയാണ് വിനോദ്. ബസ് ക്ലീനറായി ജോലി ചെയ്യുന്നതിനിടയിൽ ബസ്സിൽ നിന്നും വീണ് കിട്ടിയ 2.5 പവൻ സ്വർണ്ണമാല ഉടമയ്ക്ക് കൈമാറിയാണ് വിനോദ് തൻ്റെ സത്യസന്ധത തെളിയിച്ചത്. കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് കൊടുന്തിരപ്പള്ളിയിലെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് വരികയായിരുന്ന കൊടുമ്പ് സ്വദേശിയായ അത്തിക്കാട്
കാഞ്ഞിരക്കുന്നം ഗോകുലിൻ്റെ ഭാര്യ കവിതയുടെ മാലയാണ് യാത്രക്കിടയിൽ പാലക്കാട് പൂടൂർ കോട്ടായി റൂട്ടിൽ ഓടുന്ന കാണ്ടാത്ത് ബസ്സിൽ നഷ്ടപ്പെട്ടത്. ഇതേ ബസ്സിലെ ക്ലീനറായ കോട്ടായി ചമ്പക്കുളം സ്വദേശി വിനോദിന് ലഭിച്ച മാല ഉടമയെ കണ്ടെത്താനായി കോട്ടായി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ആഭരണത്തിൻ്റെ ഉടമ കോട്ടായി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. സ്റ്റേഷൻ എസ് ഐ താജുദ്ദീൻ, സീനിയർ പോലീസ് കോൺസ്റ്റബിൾമാരായ ശിവൻ, ശിവകുമാർ, ലിജിൽ, വനിതാ പോലീസ് ലേഖ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഉടമ കവിതയ്ക്ക് ആഭരണം കൈമാറി. ഏറെ പ്രയാസങ്ങൾക്കിടയിലും അർഹതപ്പെടാത്തതൊന്നും തനിക്ക് അവകാശപ്പെട്ടതല്ലെന്ന് ജീവിതത്തിലൂടെ തെളിയിച്ച ബസ് ക്ലീനർ വിനോദിനെ ആഭരണ ഉടമയും ബന്ധുക്കളും പോലീസുകാരും പ്രശംസിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂരിലെ അൽമണിയറ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിവന്നിരുന്ന 10ാമത് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേള സമാപിച്ചു. മത്സരത്തിൽ ബ്രദേഴ്സ് ക്ലബ്ബ് പത്തിരിപ്പാല ജേതാക്കളായി. ഫുട്ബോൾ മേളയിൽ നിന്നും കിട്ടിയ വരുമാനം നിർധനരായ രോഗികൾക്ക് വിതരണം ചെയ്യുമെന്ന് ക്ലബ്ബ് രക്ഷാധികാരി എസ് നജീബ് പറഞ്ഞു. കോസ്മോ ക്ലബ്ബ് മങ്കട റണ്ണേഴ്സായി. സമനിലയിലെത്തിയതോടെ ഷൂട്ടൌട്ടിലൂടെയാണ് ബ്രദേഴ്സ് ക്ലബ്ബ് പത്തിരിപ്പാല ജേതാക്കളായത്. സമാപനവും സമ്മാന വിതരണവും മങ്കര എസ് ഐ അനൂജ് ജോയ് നിർവഹിച്ചു. ക്ലബ്ബ് രക്ഷാധികാരിയും മണ്ണൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എസ് നജീബ് അധ്യക്ഷത വഹിച്ചു. പൂർത്തിയായി. ഇന്നലെ 4 മണിയോടുകൂടി നമ്മുടെ സ്റ്റേഡിയത്തിലുള്ള 1 കോടിയുടെ അനുമതി കിട്ടുകയും അത് ടെൻഡർ നടപടി ഏറ്റെടുത്ത് കെല്ല് എന്ന് പറയുന്ന കമ്പനി ടെൻഡർ നടപടി ഏറ്റെടുത്തതിൻ്റെ റെസിപ്റ്റും അതിൻ്റെ എന്താ പറയുക ഒപ്പുവെച്ച കടലാസും എല്ലാം ബഹുമാനപ്പെട്ട MLA ഇന്ന് രാവിലെ അയച്ചു തന്നിട്ടുണ്ട്. ഞാനത് ബന്ധപ്പെട്ട ക്ലബിൻ്റെ ഗ്രൂപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട്. വലിയൊരു സന്തോഷമാണ്. അടുത്ത ഒരു കളി, ഇനിയൊരു കളി നടക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പകുതിയോളമായി നിൽക്കുകയാണ്. അതെന്തായാലും ഇനി നമ്മുടെ അടുത്ത കളി ദൈവം സഹായിക്കട്ടെ. ഫുട്ബോൾ മേളയുടെ ഉദ്ഘാടനം മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി നിർവഹിച്ചു. ചടങ്ങിൽ മണ്ണൂർ പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ ഷഫീഖ്, PM അൻവർ സാദിഖ്, അബു താഹിർ പീടികയിൽ, ഹമീദ്, മുൻ പഞ്ചായത്ത് അംഗം സുജിത് കുമാർ എന്നിവർ സംസാരിച്ചു. കുഴഞ്ഞു വീണ രോഗിയെ ആശുപത്രിയിലെത്തിച്ച നീലിമ ബസ് ജീവനക്കാരെയും അബാക്കാസ് പരീക്ഷയിൽ മണ്ണൂരിനെ വിജയക്കുതിപ്പിലേക്ക് എത്തിച്ച അബാക്കാസ് അധ്യാപിക സജീന സലാമിനെയും ചടങ്ങിൽ ആദരിച്ചു. ഹമീദ് അക്തിക്കൽ, നൌഷാദ്, ഉമർ ഫറൂഖ്, ഹക്കീം, ക്ലബ് പ്രസിഡന്റ് ഫാറൂഖ്, സെക്രട്ടറി ഷമീർ, ആഷിഫ്, അഷ്റഫ്, സജിദ്, ദിനിൽ, മുജീബ്, സിറാജ് എന്നിവർ സംസാരിച്ചു. ട്രോഫികൾ സ്പോൺസർ ചെയ്ത ഫറാസ് ടിപ്പർ ഉടമ ഹംസ, കൃഷ്ണദാസ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഫുട്ബോൾ മേളയിൽ നിന്നും കിട്ടിയ വരുമാനം നിർധനരായ രോഗികൾക്ക് വിതരണം ചെയ്യുമെന്ന് രക്ഷാധികാരി കൂടിയായ എസ് നജീബ് അറിയിച്ചു. പ്രശ്നങ്ങളുണ്ടാകുമെന്ന് കരുതി വൻ പോലീസ് സംഘമാണ് സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രചരണം വ്യാജമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ചത് മോദി സർക്കാർ. തൊഴിലുറപ്പ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കും. കേരളത്തിന്റെ സംഗീത പാരമ്പര്യം ഭക്തിരസപ്രധാനമെന്ന് കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. കേരളത്തിന്റെ സാംസ്കാരികവും ആത്മീയവുമായ ഭൂമിശാസ്ത്രം വ്യത്യസ്തമല്ലെന്നും കേന്ദ്രമന്ത്രി. തപസ്യ സുവർണ ജൂബിലി രാജ്യാന്തര സംഗീതോത്സവം പാലക്കാട്ട്. വേനൽ ആരംഭത്തിൽ തന്നെ തീപിടുത്തം വ്യാപകമാകുന്നു. പാലക്കാട് കല്ലക്കാട് സംസ്ഥാന പാതയോരത്തെ പുൽക്കാടിന് തീപിടിച്ചത് പരിഭ്രാന്തി പടർത്തി. കുളപ്പുള്ളിയിൽ വഴിയോര പഴച്ചാളിൽ തീപിടുത്തം, കട പൂർണ്ണമായും കത്തിനശിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.